ഇന്ത്യ സിംബാബ്വെ 4-ാം T20 ഇന്ന് വൈകുന്നേരം 4:30 മണിക്ക് ഹരാരയിൽ നടക്കും. മത്സരം ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാൻ കഴിയും. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നു. ഗുഡ് മോർണിംഗ് അനിൽ വാസുദേവ്, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയിലെ 4-ാം മത്സരമാണ് ഇന്ന് നടക്കാനിരിക്കുന്നത്. ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് തോൽവിയോടെയായിരുന്നു തുടക്കം. അതൊരു ഞെട്ടിക്കുന്ന തോൽവിയായിരുന്നു. 13 റൺസിനാണ് ആതിഥേയരായ സിംബാബ്വെ ഇന്ത്യയെ തോൽപ്പിച്ചത്. പക്ഷേ ശക്തമായി തിരിച്ചടിച്ച ഇന്ത്യ കയറി വന്നു. പിന്നാലെ വന്ന 2 മത്സരങ്ങളിലും ഇന്ത്യക്ക് ജയം നേടാനായി. ആദ്യ മത്സരത്തിൽ 100 റൺസിൻ്റെ തകർപ്പൻ ജയം, തൊട്ടു പിന്നാലെയുള്ള മത്സരത്തിൽ 23 റൺസിൻ്റെ ജയം. അങ്ങനെ പരമ്പരയിൽ ഇന്ത്യ 2-1 എന്ന തരത്തിൽ മുന്നിലാണ്. ഇന്നുകൂടി ജയിച്ചാൽ 3-1 ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാനാവും. ഒരു മത്സരം കൂടി ശേഷിക്കുന്നുണ്ട്. പക്ഷേ അതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാതെ, റിസ്കിന് നിൽക്കാതെ ഇന്ന് തന്നെ കളി തീർക്കാനായിരിക്കും ഇന്ത്യയുടെ ശ്രമം. എന്തായാലും ഇന്ത്യയുടെ ബാറ്റർമാരെല്ലാം തന്നെ ഉജ്ജ്വല ഫോമിലാണ്. ആദ്യം ടീമിലുണ്ടായിരുന്നവരും പിന്നാലെ വന്നവരും ഒക്കെ തന്നെ തല്ലി തകർക്കുന്ന കാഴ്ചയാണ് കണ്ടത്. യശസ്വി ജയ്സ്വാളും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും ഋതുരാജ് ഗൈക്വാദും ഒപ്പം തന്നെ യുവതാരം അഭിഷേക് ശർമ്മയും എല്ലാം തന്നെ മിന്നും ഫോമിലാണ്. അഭിഷേക് ശർമ്മ അദ്ദേഹത്തിൻ്റെ 2-ാം മത്സരത്തിൽ തന്നെ ആദ്യ അന്താരാഷ്ട്ര സെഞ്ചുറി നേടിക്കഴിഞ്ഞു. ഇന്നും അദ്ദേഹത്തിൽ നിന്ന് വലിയ പ്രകടനം തന്നെ ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ മലയാളി താരം സഞ്ജു സാംസൺ, ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനാണ് സഞ്ജു സാംസൺ. ആദ്യ മത്സരത്തിൽ വെറും 7 പന്ത് മാത്രമേ അദ്ദേഹത്തിന് കിട്ടിയുള്ളൂ. പക്ഷേ 2 ബൗണ്ടറി അടക്കം 12 റൺസ് എടുത്തു. പക്ഷേ സഞ്ജുവിന് ഇന്ന് കൂടുതൽ അവസരം കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ ബൗളിംഗ് നിരയിലേക്ക് വരികയാണെങ്കിൽ സ്പിന്നർമാരെ തുണയ്ക്കുന്ന ഒരു പിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് കൂടുതൽ ഒരു ബൗളറെ മാറ്റുന്ന, ഒരു പേസറെ മാറ്റുന്ന ഒരു അവസ്ഥയ്ക്കൊക്കെ ഇന്ന് കാണാം. ഒരുപക്ഷെ മുകേഷ് കുമാർ ടീമിലേക്ക് വന്നേക്കാം എന്നതാണ് ഏക ഒരു മാറ്റമായി നമ്മൾ കാണുന്നത്. സിംബാബ്വെക്ക് അതേസമയം ഒരു ജീവൻ മരണ പോരാട്ടമാണ്. ഇന്ന് തോറ്റാൽ പരമ്പര നഷ്ടമാവും. അതുകൊണ്ട് തന്നെ ഒരു ജീവൻ മരണ പോരിലൂടെ ഇന്ത്യയെ സമനിലയിൽ പിടിച്ച മത്സരം, ഈ പരമ്പര അവസാന മത്സരത്തിലേക്ക് നീട്ടിയെടുക്കാനായിരിക്കും സിംബാബ്വെയുടെ പോരാട്ടം. എന്തായാലും ഒരു ഉഗ്രൻ മത്സരം തന്നെ നമ്മൾ പ്രതീക്ഷിക്കാം. ഏകപക്ഷീയമായ ഒരു മത്സരമില്ലാതെ ക്രിക്കറ്റ് ആരാധകർക്ക് ഒരു വിരുന്ന് കിട്ടുന്ന തരത്തിലുള്ള ഒരു മത്സരം തന്നെ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. SKN. ഓക്കെ, താങ്ക് യു അനിൽ വാസു.